ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ്റർനാഷണലി ഡീൽ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഇതിലിനി നോക്കാനുള്ളത് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് യൂറോ ഡോളർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നമുക്കറിയാം CDSനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അത് യൂറോ ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ യൂറോ ഡോളർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആർ US ഡോളർ ഡിനോമിനേറ്റഡ് CDs ഇൻ ഫോറിൻ ബാങ്ക്. അപ്പോൾ US ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള CD ആണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, യൂറോ ഡോളർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെച്യൂരിറ്റീസ് ലെസ് ദാൻ 1 ഇയർ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ നോർമലി ഈ യൂറോ ഡോളർ CDs മെച്യൂരിറ്റി 1 വീക്ക് മുതൽ 6 മന്ത് വരെയാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് നോർമലി കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഇതൊരു ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് പറയാം. ഒരു 1980s ശരിക്കും ഈ യൂറോ ഡോളർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഡിനോമിനേറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയത്. അതായത് ഇത് മാർക്കറ്റിൽ അധികമായിട്ട് എമേർജ് ചെയ്ത് വന്നത് 1980കളുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇതൊരു പ്രോമിസറി നോട്ട് പോലെയും നമുക്ക് എന്ത് ചെയ്യാം, യൂറോ ഡോളർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വിൽക്കാം നമുക്ക്. മീൻസ് അതിൽ ട്രാൻസാക്ഷൻസ് നടത്താം. ഇതിന് 2 ഫോംസിൽ പറയുന്നുണ്ട്. ദറ്റ് ഈസ് ടാപ്പ് CDs ആൻഡ് ട്രാൻജെ CDs. ഓക്കെ, ടാപ്പ് CDs ആൻഡ് ട്രാൻജെ CDs. ഓക്കെ, അപ്പോൾ അതിൽ ലാർജ് ഡിനോമിനേഷനിലാണ് ടാപ്പ് CDs ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാൻജെ CDs ഇഷ്യൂ ചെയ്യുന്നത് അഗ്രിഗേറ്റ് എമൗണ്ട് ഒരു നോർമലി 10 ബില്യൺ മുതൽ 50 മില്യൺ വരെ, 10 മില്യൺ മുതൽ 50 മില്യൺ വരെയുള്ള ഒരു അഗ്രിഗേറ്റ് എമൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രാൻജെ CDs എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ നോർമലി 2 രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. ദറ്റ് ഈസ് ടാപ്പ് CDs ആൻഡ് ട്രാൻജെ CDs. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് യൂറോ ഡോളർ മാർക്കറ്റ്, യൂറോ ഡോളർ CDs. അടുത്തത് യൂറോ നോട്ട്സ്. ഇതേപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നൊരു ഷോർട്ട് ടേം നോട്ടാണ്, സിമിലർ ടു കൊമേഴ്സ്യൽ പേപ്പർ പോലെ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് യൂറോ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതും ലൈക്ക് എ പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഫോർ ഒബ്റ്റൈനിങ് ഷോർട്ട് ടേം ഫണ്ട്. കമ്പനികൾക്ക് ഷോർട്ട് ടേം ഫണ്ട് ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് യൂറോ നോട്ട്സ്. ദെൻ ഷോർട്ട് ടേം നോട്ട്സ് അണ്ടർ റിട്ടൺ ബൈ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് കോൾഡ് ഫെസിലിറ്റി. അതായത് അവരുടെ ഒരു ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ കമ്പനികൾക്കൊക്കെ ഒരുപാട് എമൗണ്ട് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ അണ്ടർ റിട്ടൺ ചെയ്യുന്നുണ്ടല്ലോ, അണ്ടർ റൈറ്റേഴ്സ് വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ വേണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾക്ക്, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾക്ക് വേണമെങ്കിൽ യൂറോ നോട്ട്സ് ഇഷ്യൂ ചെയ്യാം. അതേപോലെ തന്നെ യൂറോ നോട്ട്സ് ആർ സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഫ്രം ഫേസ് വാല്യൂ ആൻഡ് പേ ബാക്ക് ഫ്രം ഫുൾ വാല്യൂ അറ്റ് മെച്യൂരിറ്റി. നമ്മൾ സീറോ കൂപ്പൺ ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്ന പോലെ ചിലപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനായിരിക്കും, എന്നിട്ട് പേ ചെയ്യുന്നത് ഫുൾ എമൗണ്ടിനായിരിക്കും. അപ്പോൾ ആ ഡിസ്കൗണ്ടാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നോർമലി മെച്യൂരിറ്റി 3 to 6 മന്ത് വരെ വരാറുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് യൂറോ നോട്ട്സ്. അടുത്തത് യൂറോ കൊമേഴ്സ്യൽ പേപ്പർ. അടുത്ത ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂറോ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇതും എമേർജ് ഡ്യൂറിങ് 1980s ഇതും എമേർജ് ചെയ്തത്. യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡീലേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ പേപ്പർ വിത്തൗട്ട് ഇൻവോൾവിങ് എ ബാങ്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഡീലേഴ്സാണ് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത്, ബാങ്കിൻ്റെ ഒരു ഇൻ്റർമീഡിയറി അല്ലാതെ. ദീസ് ആർ ദ പ്രോമിസറി നോട്ട്സ് ലൈക്ക് ഷോർട്ട് ടേം യൂറോ നോട്ട്സ്. ഇതൊരു പ്രോമിസറി നോട്ടാണ്, ഷോർട്ട് ടേം യൂറോ നോട്ട്സ് പോലെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് യൂറോ ഡോളർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, യൂറോ നോട്ട്സ്, യൂറോ കൊമേഴ്സ്യൽ പേപ്പർ. ദെൻ അതേപോലെ തന്നെ ഇനിയും വരുന്നുണ്ട് യൂറോ മീഡിയം ടേം യൂറോ നോട്ട്സ്, ഫെഡറൽ ഏജൻസി ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ഫെഡറൽ ഫണ്ട്സ്, മുനിസിപ്പൽ നോട്ട്സ്. ദെൻ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ന്യൂയോർക്ക് മണി മാർക്കറ്റും
ഇന്ത്യൻ മണി മാർക്കറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലിപ്പോൾ നമ്മളാകെ മൂന്നെണ്ണമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. ദെൻ അടുത്ത പറയുന്നത് മീഡിയം ടേം യൂറോ നോട്ട്സ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. മീഡിയം ടേം യൂറോ നോട്ട്സ്, ദീസ് ആർ ദി എക്സ്റ്റൻഷൻ ഓഫ് ഷോർട്ട് ടേം യൂറോ നോട്ട്സ്. ഷോർട്ട് ടേം യൂറോ നോട്ട്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മീഡിയം ടേം യൂറോ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതും പറഞ്ഞ പോലെ മീഡിയം ടേം ആയിട്ട് 1 to 5 years വരെയാണ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇതും കോംപ്രമൈസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം യൂറോ നോട്ട്സ് ആൻഡ് ലോങ് ടേം യൂറോ ബോണ്ട്സ്. ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ടേം യൂറോ നോട്ട്സിൻ്റെയും അതേപോലെ തന്നെ ലോങ് ടേം യൂറോ ബോണ്ട്സിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ മീഡിയം ടേം യൂറോ നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കറിയാം അതിൻ്റെ ഒരു വേർഡിൽ തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇത് മീഡിയം ടേം ആണെന്നുള്ളത്. അപ്പോൾ മീഡിയം ടേം ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട്, അതായത് ലോങ് ടേമിൻ്റെയും ഷോർട്ട് ടേമിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, മീഡിയം ടേം യൂറോ നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് അതേപോലെ തന്നെ പറയുന്നു മണി മാർക്കറ്റിൽ വരുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് ഫെഡറൽ ഫണ്ട്സ്. ഫെഡറൽ ഫണ്ട്സും സെയിം തന്നെ, ഇതൊക്കെ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. US ഗവൺമെൻറ് സ്പോൺസേർഡ് എൻ്റർപ്രൈസുകൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ് ഫെഡറൽ ഏജൻസി ഷോർട്ട് ടേം സെക്യൂരിറ്റി. These are the short-term securities issued by US government-sponsored enterprises such as Farm Credit System, the Federal Home Loan Banks and Federal National Mortgage Association. ഓക്കെ, ഇവരൊക്കെയാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ഫെഡറൽ ഏജൻസി ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ഫെഡറൽ ഫണ്ട്സ്. ദീസ് ആർ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ് ഹെൽഡ് ബൈ ബാങ്ക്സ് ആൻഡ് അതർ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ഫെഡറൽ റിസർവ്. ഇതും ഒരു ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ്സ് ആണ് ബാങ്ക് ഹെൽഡ് ചെയ്യുന്ന, അതേപോലെ തന്നെ അതുപോലുള്ള ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽഡ് ചെയ്യുന്ന ഒരു ഫെഡറൽ റിസർവിൻ്റെ ഭാഗമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഫെഡറൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും ഓവർനൈറ്റ് ബേസിസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫെഡറൽ ഫണ്ട് ഇഷ്യൂ ചെയ്യാം. ലാസ്റ്റ് വൺ പറയുന്നത് മുനിസിപ്പൽ നോട്ട്, ഷോർട്ട് ടേം നോട്ട്സ് ഇഷ്യൂഡ് ബൈ US മുനിസിപ്പാലിറ്റീസ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ടാക്സ് റിസീപ്റ്റ് ഓർ അതർ റവന്യൂ. നമ്മളുടെ US മുനിസിപ്പാലിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം നോട്ടാണ് എന്ത് പറയുന്നത്, മുനിസിപ്പൽ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് പറഞ്ഞാൽ US മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് യൂറോ ഡോളർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, യൂറോ നോട്ട്സ്, യൂറോ കൊമേഴ്സ്യൽ പേപ്പർ, മീഡിയം ടേം യൂറോ നോട്ട്സ്, ഫെഡറൽ ഏജൻസി ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ഫെഡറൽ ഫണ്ട്, മുനിസിപ്പൽ നോട്ട്. ടേംസ് ഒക്കെ നമ്മളുടെ ഏകദേശം നമ്മളെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറൻസ് ആ ഒരു US ഡോളർ ബേസ്ഡ് ആയിട്ടാണ് മിക്കതും ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ടോപ്പിക്കായിട്ട് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂയോർക്ക് മണി മാർക്കറ്റ് ആൻഡ് ഇന്ത്യൻ മണി മാർക്കറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്. ഇന്ത്യൻ മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ മണി മാർക്കറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും വരുന്നുണ്ട്. പക്ഷേ ന്യൂയോർക്ക് മണി മാർക്കറ്റിൽ വെറും എന്താണ്, ഓർഗനൈസ്ഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് മാത്രമേ ഉള്ളൂ. ദെൻ ഇൻ ഇന്ത്യ ദർ ഈസ് ഓൺലി വൺ സെൻട്രൽ ബാങ്ക് ഫോർ ദ എൻറ്റയർ കൺട്രി. ഇന്ത്യയിൽ നമുക്കറിയാം RBI മാത്രമാണ് എൻറ്റയർ കൺട്രി കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ US അതല്ല, 12 ഫെഡറൽ റിസർവ് സിസ്റ്റം, 12 ഫെഡറൽ റിസർവ് ബാങ്ക്സ് ഉണ്ട് ഫോർ ഡിഫറെൻറ്റ് റീജിയൻസ് വിത്ത് എ ഫെഡറൽ റിസർവ് സിസ്റ്റം അറ്റ് ദ ടോപ്പ്. അതിൽ ഫെഡറൽ റിസർവ് സിസ്റ്റമാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഫെഡറൽ റിസർവ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് 12 എണ്ണം വരുന്നുണ്ട്. ഇന്ത്യൻ മണി മാർക്കറ്റ് വി ഹാവ് മെനി ലെവൽസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ നമുക്കറിയാം ഇപ്പോൾ പല ലോണുകൾക്ക് പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകൾ, പല ബാങ്കുകൾ പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഇതാണല്ലോ ഫോളോ ചെയ്യുന്നത്. ദേ ഡിഫർ ഫ്രം ബാങ്ക് ടു ബാങ്ക്, പീരീഡ് ടു പീരീഡ് ആൻഡ് ഈവൻ ബോറോവർ ടു ബോറോവർ. ബട്ട് ഇൻ ന്യൂയോർക്ക് മണി മാർക്കറ്റ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ്ഡ് ബൈ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മോർ ഓർ ലെസ് സെയിം. മിക്കതും സെയിം ആവും എവിടെ, ന്യൂയോർക്ക് മണി മാർക്കറ്റിൽ, അല്ല ന്യൂയോർക്ക് ന്യൂയോർക്ക് മണി മാർക്കറ്റിൽ. എന്നാൽ ഇന്ത്യൻ മണി മാർക്കറ്റിൽ നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് ഡിഫർ ഫ്രം ബാങ്ക് ടു ബാങ്ക് ആൻഡ് പീരീഡ് ടു പീരീഡ്. അതേപോലെ തന്നെ ഇന്ത്യൻ മണി മാർക്കറ്റ് ദർ ഈസ് നോ പ്രോപ്പർലി ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ്. നമുക്കൊരു പ്രോപ്പർലി ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഇല്ല. ഓൺ ദ അതർ ഹാൻഡ് എ യുണീക്ക് ഫീച്ചർ ഓഫ് ന്യൂയോർക്ക് മണി മാർക്കറ്റ് ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ്. എന്നാൽ ന്യൂയോർക്ക് മണി മാർക്കറ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചറാണ് എന്ത്, ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽ മാർക്കറ്റ്. ന്യൂയോർക്ക് മണി മാർക്കറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ. It is America's biggest financial center.
where the country's short-term fund flow and find temporary employment with a small return and without much risk of loss. ന്യൂയോർക്ക് മണി മാർക്കറ്റ് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻ്ററാണ്, ബിഗ്ഗസ്റ്റ് ഫിനാൻഷ്യൽ സെൻ്ററാണ്. നമുക്ക് ഷോർട്ട് ടേം ഫണ്ട് പിന്നെ ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് കിട്ടും. എന്നാൽ ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ. എന്നാൽ ഇന്ത്യൻ മണി മാർക്കറ്റ് ഒരിക്കലും എന്തല്ല, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ അല്ല. ന്യൂയോർക്ക് മണി മാർക്കറ്റ്, ദ ട്രഷറി ബിൽസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ന്യൂയോർക്ക് മണി മാർക്കറ്റിൽ ട്രഷറി ബില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ബട്ട് ട്രഷറി ബിൽസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. നമുക്കറിയാം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ട്രഷറി ബില്ല് പോലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഈസിലി അവൈലബിൾ അല്ല. ദെൻ അതേപോലെ തന്നെ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ദെൻ അതേപോലെ തന്നെ ദ കോർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഇസ് ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് സെക്ടർ ഓഫ് ദ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഏറ്റവും കോറായിട്ടുള്ള ഒന്നാണ് ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്. ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, പരസ്പരം കോൾ ചെയ്തിട്ട് അവർക്ക് ഫിനാൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. The important submarket of New York money market includes certificate of deposit market, federal fund market, repurchase agreement market, etc. എന്നാൽ നമുക്കിവിടെ ഇൻ്റർ കോൾ ബാങ്ക് മണി മാർക്കറ്റ്, ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എത്രത്തോളം പിന്നെ ആക്റ്റീവാണോ അതേപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും ഫെഡറൽ ഫണ്ട് മാർക്കറ്റും റീപർച്ചേസ് മാർക്കറ്റ് എഗ്രിമെൻറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളെ ന്യൂയോർക്ക് മണി മാർക്കറ്റും ഇന്ത്യൻ മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ദ ട്രേഡ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് എ മെച്യൂരിറ്റി ഓഫ് മോർ ദാൻ 1 year. നമുക്കറിയാം ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അതേ ഫീച്ചർ തന്നെയാണ് പറയുന്നത്. മെയിനായിട്ട് ട്രേഡ് ഇക്വിറ്റിയും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സും മോർ ദാൻ 1 yearലേക്ക് ഉള്ള മെച്യൂരിറ്റി വരുന്ന ഡെപ്റ്റും ദെൻ അതേപോലെ തന്നെ ഇക്വിറ്റിയും ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് മീഡിയം ആൻഡ് ലോങ് ടേം ഫണ്ട് ഫ്ലോസ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് എന്താ ഉള്ളത്, മീഡിയം ലോങ് ടേമും ഫണ്ടാണുള്ളത്. ഇറ്റ് ഈസ് ഇൻ ദ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഫേംസ് ക്യാൻ റേസ് ദ ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് ഓർ ഇക്വിറ്റി ഇൻ ഇൻ്റർനാഷണൽ കറൻസീസ്. ഫേമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റോ ഇക്വിറ്റിയോ ഒക്കെ ഇൻ്റർനാഷണൽ കറൻസീസിൽ റേസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ്റ്സ് that invest and borrow across national boundaries. ഈ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്കറിയാം ഇൻഡിവിജ്വൽസ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബോറോ ചെയ്യുന്നു നാഷണൽ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഫോർമൽ എക്സ്ചേഞ്ചസ് ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടു ട്രേഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. നമുക്കറിയാം ബോത്ത് പിന്നെ ബയേഴ്സും സെല്ലേഴ്സും ഫോർമലി എക്സ്ചേഞ്ച് ചെയ്യുന്നു ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ അതേപോലെ തന്നെ അതിനെ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് നെറ്റ്വർക്കും. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ് ഇൻ ലണ്ടൻ, ടോക്കിയോ, ന്യൂയോർക്ക്, സിംഗപ്പൂർ ആൻഡ് അതർ ഫിനാൻഷ്യൽ സിറ്റീസ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റാണ് കേട്ടോ. ദർ ആർ മാർക്കറ്റ് ഫോർ ക്രോസ് ബോർഡർ എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് മെച്യൂരിറ്റീസ് മോർ ദാൻ 1 year. ഇതിൽ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്, മോർ ദാൻ 1 year മെച്യൂരിറ്റി വരുന്നത്. These are capital market that allow people, companies and government to borrow or invest across national boundaries. ഇതിൽ പീപ്പിൾസിന് അലൗ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യാൻ, ബോറോ ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം നാഷണൽ ബൗണ്ടറീസ്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ഹൈ റിട്ടേൺ ആൻഡ് ചീപ്പർ ബോറോയിങ് ആൻഡ് ഹെൽപ്പ് ഡൈവേഴ്സിഫൈ റിസ്ക്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏറ്റവും ബെനിഫിറ്റാണ്, നമുക്ക് റിട്ടേൺ ഹൈ ആണ്, അതേപോലെ തന്നെ ബോറോ ചെയ്യാൻ ചീപ്പാണ്, ദെൻ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നമുക്ക് റിസ്കിനെ. ദ കോമ്പണൻസ് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ യൂറോ ബോണ്ട് മാർക്കറ്റ്, ഫോറിൻ ബോണ്ട് മാർക്കറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് യൂറോ ബോണ്ട് മാർക്കറ്റും ഫോറിൻ ബോണ്ട് മാർക്കറ്റും ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റുമാണ്. ദീസ് അലൗസ് കമ്പനീസ് ആൻഡ് ഗവൺമെൻറ് ടു ടാപ്പ് ഇൻ ടു ദ ഫോറിൻ മാർക്കറ്റ്സ് ആൻഡ് ആക്സസ് ന്യൂ സോഴ്സസ് ഓഫ് ഫണ്ട്. ഇത് എന്തിനുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കമ്പനികൾക്ക് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് കൂടി ഫണ്ട് അക്വയർ ചെയ്യാനുള്ള ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെനി ഡൊമസ്റ്റിക് മാർക്കറ്റ് ആർ ടു സ്മോൾ ഓർ ടു കോസ്റ്റ്ലി ഫോർ കമ്പനീസ് ടു ബോറോ ഇൻ. നമ്മളുടെ മാർക്കറ്റ് പലതും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റുകൾ
മിക്കതും ടു സ്മോളാണ്. ഫോറിൻ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ അത്രത്തോളം വൈഡല്ല. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചിലപ്പോൾ ഒരുപാട് ഫണ്ട് റേസ് ചെയ്യുന്നതൊക്കെ കോസ്റ്റ്ലി ആയിരിക്കും, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. എന്നാൽ അത്രത്തോളം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ലാതെയോ അത്രത്തോളം കോസ്റ്റ്ലി അല്ലാതെയോ നമുക്ക് ഫണ്ട് ബോറോ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. International capital market allows individuals, companies and government to access more opportunities in different countries to borrow or invest. This is turn reduces risk. International capital markeറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? allows individuals, കമ്പനീസിന്, ഗവൺമെൻറ്റിനൊക്കെ എന്ത് ചെയ്യാം? ആക്സസ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ടു ബോറോ ഓർ ഇൻവെസ്റ്റ്. ബോറോ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കോമ്പണൻസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് ഡീൽസ് ഇൻ ഇൻ്റർനാഷണൽ ബോണ്ട്സ്. ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ സോൾഡ് ബൈ ഗവൺമെൻറ്, കമ്പനീസ്, ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റേസ് ക്യാപിറ്റൽ. ഇതിൽ ചെയ്യുന്നത് ബോണ്ടുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സോൾഡ് ചെയ്യാം. ഗവൺമെൻറ് ആവാം, കമ്പനി ആവാം, ബാങ്ക് ആവാം, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു റേസ് ക്യാപിറ്റൽ. ബോണ്ട് ഈസ് എ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ബോണ്ട് എന്ന് പറയുന്ന ഒരു ലോങ് ടേം ഡെപ്റ്റാണ്, ഒബ്ലിഗേഷനാണ്. ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെൻറ്. ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഓർ ഗവൺമെൻറ് പ്രോമിസിംഗ് ടു റീപേ ദ ബോറോഡ് മണി അറ്റ് എ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ആരാണോ ഹോൾഡർ, ആ ഹോൾഡർക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു പ്രോമിസിംഗ് ആണ് ശരിക്കും ബോണ്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്നതാണ് ഫോറിൻ ബോണ്ട് മാർക്കറ്റ്. ഫോറിൻ ബോണ്ട് മാർക്കറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് ഫോറിൻ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാർക്കറ്റ് വിച്ച് ഡീൽസ് ഇൻ ഫോറിൻ ബോണ്ട്സ്. Foreign bond is a bond floated in a particular domestic capital market and in the domestic currency of that market by non-resident entities. It is a bond issued by country in its own currency but sold to a foreigners. അപ്പോൾ ഫോറിൻ ബോണ്ട് മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റീസിന് ഇഷ്യൂ ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ഫോറിനേഴ്സിന് വേണമെങ്കിൽ വിൽക്കാം. ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഫോറിൻ ബോണ്ട് മാർക്കറ്റ്. ഫോറിൻ ബോണ്ട്സ് ആർ സംടൈംസ് റെഫേർഡ് ടു ആസ് പാരലൽ ബോണ്ട്. ചില സമയത്ത് ഫോറിൻ ബോണ്ടിനെ നമുക്ക് എന്ത് പറയാറുണ്ട്? പാരലൽ ബോണ്ട് എന്നുള്ള പേരിൽ പറയാറുണ്ട്. ദസ് ഫോറിൻ ബോണ്ട്സ് ഈസ് എ ബോണ്ട് സോൾഡ് ബൈ കമ്പനി, ഗവൺമെൻറ് ഓർ എൻറ്റിറ്റി ഇൻ അനദർ കൺട്രി. അതായത് ഫോറിൻ ബോണ്ട് ശരിക്കും വിൽക്കുന്നത് കമ്പനികളോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എൻറ്റിറ്റീസോ വേറെ രാജ്യത്ത്, ആൻഡ് ഇഷ്യൂഡ് ഇൻ ദ കറൻസി ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ഇറ്റ് ഈസ് ബീങ് സോൾഡ്. ഏത് രാജ്യത്താണോ കറൻസി വിൽക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജപ്പാൻകാർ കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ ഇഷ്യൂ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെന്താണ് അവിടുത്തെ അമേരിക്കൻ കറൻസി ആയിട്ട് ഡിനോമിനേറ്റ് ചെയ്യാവുന്ന രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ബോണ്ട് സെയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് എന്ത്? ഫോറിൻ ബോണ്ട് മാർക്കറ്റ്. അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് യൂറോ ബോണ്ട് മാർക്കറ്റ്. യൂറോ ബോണ്ട് മാർക്കറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി സെക്കൻഡ് മേജർ സെക്ടർ ഓഫ് അൺറെഗുലേറ്റഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു അൺറെഗുലേറ്റഡ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു അടുത്തൊരു സെഗ്മെൻ്റ് ആണെന്ന് പറയാം നമുക്ക് യൂറോ ബോണ്ട് മാർക്കറ്റ്. യൂറോ ബോണ്ട് മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബോറോവർ ആൻഡ് ലെൻഡർ. യൂറോ ബോണ്ട് മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ബോറോവർക്കും ലെൻഡർക്കും ഡയറക്റ്റ് ട്രാൻസാക്ഷൻ നടത്താം എന്നുള്ളതാണ്. ബട്ട് ദ ലാർജ് ബാങ്ക്സ് പ്ലേ എൻ മേജർ റോൾ ഇൻ അണ്ടർ റൈറ്റിംഗ് ആൻഡ് പ്ലേസിംഗ് ദ ബോണ്ട്. എന്നാൽ വലിയ ബാങ്കുകളൊക്കെ അണ്ടർ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ രീതിയിൽ വരുന്നതാണ് യൂറോ ബോണ്ട് മാർക്കറ്റ്. യൂറോ ബോണ്ട് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് ഡീൽസ് യൂറോ ബോണ്ട്. അപ്പോൾ യൂറോ ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് വിച്ച് ഡീൽസ് എന്താണ്? യൂറോ ബോണ്ട്. യൂറോ ബോണ്ട് ആർ ബോണ്ട് ഇഷ്യൂഡ് ബൈ കൺട്രി ദറ്റ് ആർ ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി അതർ ദാൻ ദറ്റ് ഓഫ് കൺട്രീസ് കറൻസി. ഏത് രാജ്യത്താണ് ഇഷ്യൂ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്യുന്നതല്ലാതെ വേറൊരു രാജ്യത്തിൻ്റെ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്തിട്ട് നമ്മളുടെ രാജ്യത്ത് ഇഷ്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ചൈനക്കാരാണെങ്കിൽ ചൈനക്കാർ ചിലപ്പോൾ ജാപ്പനീസ്
എൻ വെച്ചിട്ടായിരിക്കും ഡിനോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ആ പേരിലായിരിക്കും ആ രീതിയിൽ ആ കറൻസി വെച്ച് ഡിനോമിനേറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ, അല്ലാതെ റെൻമിൻബി വെച്ചിട്ടല്ല അവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂഡ് ഇൻ UK ഈസ് എ യൂറോ ബോണ്ട്. ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ട് UK ഇഷ്യൂ ചെയ്താൽ അത് നമുക്ക് എന്തെന്ന് പറയാം? യൂറോ ബോണ്ട് എന്ന് പറയാം. സിമിലർലി എൻ ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂഡ് ഇൻ USA ഈസ് എ യൂറോ ബോണ്ട്. എന്നാൽ USA ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? എൻ റിലേറ്റഡ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ അതിന് എന്ത് പേരിൽ പറയുന്നു? യൂറോ ബോണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ കൺട്രിയിൽ ഇപ്പോൾ നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്നത് കറൻസി ആവണമല്ലോ, പക്ഷേ കറൻസി ആയിട്ട് ഡിനോമിനേറ്റഡ് അല്ലാതെ ഞാനിപ്പോൾ ചിലപ്പം പിന്നെ ജാപ്പനീസ് യെൻ വെച്ചിട്ട് ഞാൻ ഇവിടെ യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് യൂറോ ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ USA ഇഷ്യൂ ചെയ്യുന്നത് യെൻ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബോണ്ടുകൾ എന്ത് പറയുന്നു? യൂറോ ബോണ്ട് എന്ന് പറയുന്നു. യൂറോ ബോണ്ട് ഇസ് ആൻ അൺസെക്യൂർഡ് ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ആൻഡ് സോൾഡ് ഇൻ മാർക്കറ്റ് ഔട്ട്സൈഡ് ദ ഹോം കൺട്രി ഓഫ് ദ ഇഷ്യൂവർ ആൻഡ് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി ഡിഫറെൻറ്റ് ഫ്രം ദ കറൻസി ഓഫ് ദ ഹോം കൺട്രി ഓഫ് ദ ഇഷ്യൂവർ. അതാ പറഞ്ഞത്, ഹോം കൺട്രിയിലുള്ള കറൻസി വെച്ച് ഡിനോമിനേറ്റ് ചെയ്യാവുന്നതല്ല, ഫോറിൻ കറൻസി ആയിട്ട് ഡിനോമിനേറ്റ് ചെയ്യുന്നതാണ് ഹോം കൺട്രിയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇത് അൺസെക്യൂർഡ് ആണ് കേട്ടോ. യൂറോ ബോണ്ട്സ് ആർ അണ്ടർ റിട്ടൺ ആൻഡ് സോൾഡ് ഇൻ മോർ ദാൻ വൺ മാർക്കറ്റ് സൈമൾട്ടേനിയസ്ലി ത്രൂ ഇൻ്റർനാഷണൽ സിൻഡിക്കേറ്റ്. യൂറോ ബോണ്ട്സ് വേണമെങ്കിൽ നമുക്ക് അണ്ടർ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോൾഡ് ചെയ്യാം ഒന്നിൽ കൂടുതൽ മാർക്കറ്റിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻ്റർനാഷണൽ സിൻഡിക്കേഷൻ വഴി ഒന്നിൽ കൂടുതൽ മാർക്കറ്റുകളിൽ നമുക്ക് പിന്നെ വിൽക്കാവുന്നതും അണ്ടർ റൈറ്റൺ ചെയ്യാവുന്നതുമായിട്ടുള്ള ബോണ്ടാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. യൂറോ ബോണ്ടും യൂറോ ക്രെഡിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. ദീസ് ആർ ദ ബോണ്ട്സ്. ഫസ്റ്റ് യൂറോ ബോണ്ട് പറയുന്നുണ്ട്. ദീസ് ആർ ദ ബോണ്ട്സ് ഇഷ്യൂഡ് ഇൻ ബോത്ത് ഫിക്സഡ് റേറ്റ് ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ് ഫോംസ്. യൂറോ ബോണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? ഫിക്സഡ് റേറ്റിലും ഫ്ലോട്ടിംഗ് റേറ്റിലും ഇഷ്യൂ ചെയ്യാം. എന്നാൽ യൂറോ ക്രെഡിറ്റ് എപ്പോഴും എന്താണ്? ക്യാരിയിങ് വേരിയബിൾ റേറ്റ്. യൂറോ ബോണ്ടിന് ഹയർ മെച്യൂരിറ്റിയാണ്, ലോങ്ങർ മെച്യൂരിറ്റിയാണ്. എന്നാൽ യൂറോ ക്രെഡിറ്റ് മെച്യൂരിറ്റി ലെസ് ദാൻ യൂറോ ബോണ്ട്. യൂറോ ബോണ്ടുകളേക്കാൾ മെച്യൂരിറ്റി കുറവായിരിക്കും ഏതിന്? യൂറോ ക്രെഡിറ്റിന്. സൈസ് ഞാൻ പറഞ്ഞു, യൂറോ ബോണ്ട് ലാർജാണ്. സൈസ് യൂറോ ബോണ്ടിനേക്കാൾ കുറവാണ് യൂറോ ക്രെഡിറ്റ്. ഫ്ലെക്സിബിളാണ് യൂറോ ബോണ്ട്. എന്നാൽ കുറച്ച് ലെസ് ഫ്ലെക്സിബിളാണ് യൂറോ ബോണ്ട്. എന്നാൽ യൂറോ ബോണ്ടിനേക്കാൾ ഫ്ലെക്സിബിളാണ് യൂറോ ക്രെഡിറ്റ്. ദെൻ അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഫണ്ട്സ് ക്യാൻ ബി റേസ്ഡ് നോട്ട് ആസ് ക്വിക്ക്ലി ആസ് ഇൻ ദ കേസ് ഓഫ് യൂറോ ക്രെഡിറ്റ്. യൂറോ ക്രെഡിറ്റ് കിട്ടുന്ന പോലെ അത്രയ്ക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ക്വിക്ക്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂറോ ബോണ്ട് അങ്ങോട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ യൂറോ ബോണ്ട് റേസ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ യൂറോ ക്രെഡിറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂറോ ബോണ്ടും യൂറോ ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. മെയിനായിട്ട് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റും ദെൻ അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നൊരു മെയിനാണ് ഇൻ്റർനാഷണൽ ബോണ്ട്. ഇൻ്റർനാഷണൽ ബോണ്ടിൽ വരുന്നതിൽ യൂറോ ബോണ്ട് ഉണ്ട്. മെയിനായിട്ടൊരു ബോണ്ടാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. ആ യൂറോ ബോണ്ട് എന്താണ്, ദെൻ അതേപോലെ തന്നെ യൂറോ ബോണ്ടും യൂറോ ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസും. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്തത്. ഓക്കെ.